ഹായ് ഓൾ. ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണോ? അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് സ്റ്റേ കണക്റ്റഡ് വിതിൻ എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ, നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് ഡയറക്റ്റായിട്ട് തരാൻ കഴിയാഞ്ഞതിനാൽ നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പറയാൻ നിങ്ങളോട് ഉണ്ട് ഭഗവാന്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യൂ. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യൂ. അതിന് ഉള്ള പ്രോസസ്സ് ഞാൻ പറയാം. അറിയാത്തവർക്കാണ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, സാവധാനം പുറത്തുവിടുക. ഒരു 6 ടൈംസ് അത് ചെയ്യുക. ചെയ്തതിന് ശേഷം മനസ്സിനൊന്ന് കാമായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മുടെ ബ്രീത്തിനെ മാത്രം ശ്രദ്ധിക്കുക. സാവധാനം നിങ്ങൾ ബ്രീത്തിനെ മാത്രം ശ്രദ്ധിച്ച് മനസ്സിനെ അലട്ടുന്ന ഒരു ചിന്തകളെയും കൊണ്ടുവരാതെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡെയിലി പ്രാക്ടീസ് വഴി നിങ്ങൾക്കത് ശരിയായി കിട്ടുന്നതാണ്. നമ്മളെടുക്കുന്ന ഓരോ ബ്രീത്തിലും നമ്മുടെ ഡിവൈൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക കേട്ടോ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കുക. ഉടനെ തന്നെ നിങ്ങൾക്കതിന് ക്ലാരിറ്റി കിട്ടിയില്ല ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പല മെത്തേഡിൽ കൂടെ നിങ്ങളിലോട്ട് അത് എത്തുന്നതാണ് എൻ്റെ ആൻസേഴ്സ്. അത് ചിലപ്പോൾ മൊബൈലിൽ വരുന്ന ഷോർട്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നാകാം, നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നാകാം, ഏതെങ്കിലും വ്യക്തികളിൽ നിന്നാകാം. പിന്നെ ഡ്രീംസ് വഴി നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങളിലോട്ട് വരുന്നതാണ്. പിന്നെ പോസിറ്റീവായിട്ട് നിലനിൽക്കുക കേട്ടോ. എപ്പോഴും പോസിറ്റീവ് വൈബിൽ നിങ്ങൾ നിൽക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു ലൈഫ് ലെസൺസ് തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ബുദ്ധിമുട്ടിച്ചവരെയും നിങ്ങൾ ബുദ്ധിമുട്ടിച്ച സാഹചര്യങ്ങളെയും എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ഫോർഗീവ്നെസ് കൊടുക്കുക. എല്ലാത്തിനും പുറകിൽ ഒരു ഡിവൈൻ പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുക നിങ്ങൾ. പിന്നെ ഇന്നത്തെ സഫറിങ്സ് എല്ലാം നാളത്തെ സന്തോഷത്തിന് കാരണമാകുന്നതാണെന്ന് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയും അവഗണിക്കുന്നവരെയും എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ബാഡ് കർമ്മ ക്ലിയർ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം വരുന്നതാണ്. അത് മാറിക്കിട്ടാനായിട്ട് നിങ്ങളുടെ ബാഡ് കർമാസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, ഓപ്പണാണ്. ഐ എം സോറി യൂണിവേഴ്സ്, പ്ലീസ് ഫോർഗിവ് മീ യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് യു യൂണിവേഴ്സ്. ഡെയിലി ഒരു 108 തവണ നിങ്ങൾ പറയുക. നമ്മൾ എത്ര ജന്മങ്ങൾ ഈ ഭൂമിയിൽ എടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ദുരനുഭവങ്ങൾ നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ജന്മത്തിലും കൊടുത്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത്. ഇപ്പം നമുക്ക് ദുരനുഭവം തരുന്നവർക്ക് നമ്മൾ അതേ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊന്നും ഓർമ്മയില്ല. നമ്മുടെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ യൂണിവേഴ്സിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സോള്, അത് നമ്മൾ വിചാരിക്കുന്ന ആളെ അല്ല, ഭയങ്കര ശക്തിയുള്ളതാണ്. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അതെല്ലാം കിടപ്പുണ്ട്. അപ്പം സോളിനും കൃത്യമായിട്ട് അറിയാം. 100% ഗ്യാരണ്ടിയാണ് ഈ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങളുടെ ബാഡ് കർമാസ് കുറയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട്, അത് ആരാണെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉടനെ കിട്ടും. ആ ഒരു ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട ഒരാൾക്കൊരു സഹായം ചെയ്യുക കേട്ടോ. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക. അത് നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതൊന്നും മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സമാധാനപ്പെടുത്തലെങ്കിലും ചെയ്യുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് നിങ്ങളോട്ട് ഭഗവാൻ തരും. അതിവിടെ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. ഇവിടെ അതിനൊരു 100% ഉറപ്പായിട്ടൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാൻ തന്നെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. നിങ്ങളെ സഹായിക്കുക, അവരൊന്ന് സഹായിച്ചു കൊടുക്കുക. ഫ്രണ്ടിനെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. ആർക്കാണോ എന്താണോ സഹായം നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കുക എന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭഗവാൻ തരുന്നതാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തരും, ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഭഗവാനോട് ചോദിക്കുക, നിങ്ങൾക്ക് സഹായം തന്നിരിക്കും. അപ്പോൾ ഇത്രയാണ് ഭഗവാന്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത്. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കീപ്പ് ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. നാളെ നല്ലൊരു ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കർമ്മ ക്ലിയർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതിലോട്ട് തന്നെയാണ് പോകുന്നത്. ലക്ഷറി ലൈഫ് തന്നെയാണ്.
കാരണം നിങ്ങളുടെ കൂടെ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട് കേട്ടോ. അത് വിശ്വസിക്കുക. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്ന ഈ സാഹചര്യം നാളത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അതങ്ങ് ആ സിറ്റുവേഷൻസ് ഒക്കെ എല്ലാം ഒന്ന് അംഗീകരിച്ച് ഭഗവാനിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുക. വരുന്നത് വരട്ടെ, പോന്നോ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം വരും. ഈ ഓപ്പനോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കർമാസ് എല്ലാം കുറയും കേട്ടോ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.